ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ മെയ് 23-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മമ്മൂട്ടിയുടെ മലയാളം സിനിമയാണല്ലോ ടർബോ. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിപ്പിലാണല്ലോ. ഇപ്പോഴത്തെ കാത്തിരുന്ന IFT കളക്ഷൻ റിപ്പോർട്ട്, യഥാർത്ഥത്തിൽ സിനിമ നേരിടുത്ത കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ടർബോ എന്ന സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ ദിവസം തന്നെ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണല്ലോ. വൈശാഖ് സംവിധാനം ചെയ്ത മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ രചിച്ച സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ പുറത്തു വരുമ്പോൾ നേരത്തെ പ്രതീക്ഷ കളക്ഷനിലേക്കും അതോടൊപ്പം തന്നെ പ്രതീക്ഷ റെക്കോർഡും സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ടർബോ എന്ന സിനിമയ്ക്ക് കേരളത്തിൽ ആദ്യ ദിവസം 6,15,00,000 ഗ്രോസ് കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. ഇന്നലെ എസ്റ്റിമേറ്റ് കണക്കുകളിൽ 6,50,00,000 റേഞ്ചിലായിരുന്നു കളക്ഷൻ പ്രതീക്ഷിച്ചത്. ഇപ്പോഴത്തെ ആ റേഞ്ചിൽ തന്നെയാണ് ടർബോ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ. ഇതോടെ സിനിമ 2 റെക്കോർഡുകളാണ് കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. അതിലൊന്ന് 2024 വർഷത്തിലെ ഏറ്റവും ഉയർന്ന ഒരു മലയാളം സിനിമയുടെ FT കളക്ഷൻ എന്നൊരു റെക്കോർഡാണ്. അതേസമയം മറ്റൊരു റെക്കോർഡ് എന്തെന്നാൽ മമ്മൂട്ടിയുടെ കരിയറിലെ ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും ഉയർന്ന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ലഭ്യമാകുന്ന സിനിമ കൂടിയായിട്ട് ടർബോ ആദ്യ ദിവസം കേരളത്തിലെ തിയേറ്ററുകളിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ടർബോ ജോസ് കേരളത്തിലെ തിയേറ്ററുകളിൽ വരവറിയിച്ചിരിക്കുകയാണ്. ഇനി നാം ഉറ്റുനോക്കുന്നത് സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ, ഓവർസീസ് കളക്ഷൻ എല്ലാം തന്നെ ആയിട്ടാണ്. FT വേൾഡ് വൈഡ് കളക്ഷൻ എത്രത്തോളം ഉണ്ട് എന്ന് നാം ആവേശത്തോട് ഉറ്റുനോക്കുന്നു. ബുക്ക് മൈ ഷോ വഴി ആദ്യ ദിവസം തന്നെ 1,40,000-ൽ പരം ടിക്കറ്റുകളാണ് ഇന്നലെ ആദ്യത്തെ 24 മണിക്കൂറിൽ സിനിമയുടെ പേരിൽ വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വമ്പൻ ട്രെൻഡിങ് സിനിമ ബുക്ക് മൈ ഷോയിൽ നേടിയെടുത്തിരിക്കുകയാണ്. ഇനി നാം കാത്തിരിക്കുന്നത് സിനിമയുടെ വേൾഡ് വൈഡ് കൃത്യമായ കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടാണ്. ആക്ഷൻ മാസ് എന്റർടൈനർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ടർബോ നിങ്ങളിൽ ഒരുപാട് പ്രേക്ഷകർ കണ്ടിരിക്കുമല്ലോ. അഭിപ്രായങ്ങൾ പറയൂ. കൂടുതൽ ടർബോ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ.